ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേറ. ഗൈസ്, ഇന്നെന്റെ സിസ്റ്ററിന്റെ ബ്രൈഡൽ ഷവർ ആണ് കേട്ടോ. ഞങ്ങൾ അതിന്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഇവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇവിടെ നേരത്തെ തന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇന്ന് സിസ്റ്ററിന്റെ ബ്രൈഡ് ടു ബിയുടെ ഷൂട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എൻഡിൽ ഓരോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രൈഡ് ടു ബി ഫോട്ടോസും വീഡിയോസ് എല്ലാം ഓൺ ദ വേ ആണ്. വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. ഇവിടെ ഒരാൾ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ആൾ ഇന്നത്തെ മെയിൻ ആണ് ഗൈസ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഒരു തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വൈറ്റ് ചോക്ലേറ്റ് എവിടെ പോയെന്നല്ലേ? ആ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ബ്രൈഡ് ആണ് ഗൈസ്, നമ്മുടെ ആ വൈറ്റ് ചോക്ലേറ്റ്. നമ്മൾ ബ്രൈഡ് ടു ബി ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും തീമിനനുസരിച്ചുള്ള കളർ കോഡ് സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ മൈൻഡിൽ. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത തീമാണ് കേട്ടോ ഈ ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് എന്നുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ ഇത് വന്നപ്പോൾ ഇത് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ എന്തായാലും എല്ലാവരും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും ഷൂട്ടിന് പോകാനുള്ള വണ്ടി വരാനുള്ള വെയിറ്റിംഗിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും റെഡി ആയി. അവർക്കുള്ള വണ്ടി വന്നപ്പോൾ അവർ ഇറങ്ങി. അമ്മു സച്ചു എല്ലാവരും ക്യാമറമാൻ്റെ കൂടെ പോയി. ഞാൻ നേരൂട്ടിന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. സച്ചു ഞാനും നേരൂട്ടിനും കൂടെയാണ് ഇറങ്ങാൻ വന്നത്. പിന്നെ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ പാലക്കാട് ഫോർട്ടിലാണ് ഷൂട്ട് നടത്താനുള്ള ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഷൂട്ടിനുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി സജഷൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഷൂട്ടിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ടൈമിൽ ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഫുൾ ബിസിയും, കുറച്ച് പേരാണെങ്കിൽ നാട്ടിലും അല്ല. അങ്ങനെ എല്ലാവരും ഒപ്പം കൂടുന്ന ഒരു ടൈം നോക്കുമ്പോഴാണെങ്കിൽ അപ്പം മഴയും. പിന്നെ മഴയാണെങ്കിലും എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്ന ഡേറ്റ് നോക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഷൂട്ടിന് പ്ലാൻ ചെയ്തിരുന്ന രണ്ടുപേരും മിസ്സിംഗ് ആണ് ഗൈസ് ഇതിൽ. അവരും ഡ്രസ്സ് പോലും സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷൂട്ടിന് വരാൻ പറ്റിയില്ല. എങ്കിലും കാര്യമില്ല, നമ്മളതെല്ലാം നെക്സ്റ്റ് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബ്രൈഡ്സ് മെയ്ഡിന്റെ കൂടെ നേരൂട്ടൻ എന്തിനാണെന്നല്ലേ, ഇവളെ കൊണ്ട് നമ്മുടെ ക്യാമറാമാൻമാർക്ക് ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ പിള്ളേർക്ക് കുറച്ച് പേർക്ക് ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഇന്ന് ഈവനിങ് തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞതും അവർക്ക് അവിടെ എത്തും വേണം. അങ്ങനെ നമ്മൾ എല്ലാവരും അടുത്തുള്ള ഒരു ലൊക്കേഷൻ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഷൂട്ടിനായിട്ട് ഫോട്ടോ തന്നെ ചൂസ് ചെയ്തത്. ഇന്ന് നമ്മളവിടെ പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കും. അങ്ങോട്ട് കയറി പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും എന്നുള്ള ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് എന്നും ഇല്ലാതെ ഇന്ന് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിൽ ടൂറിസ്റ്റുകളുടെ തിരക്കും ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഷൂട്ടിനും കാര്യങ്ങൾക്കുമായിട്ട് വന്നവരുടെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഇവിടെ ഒരു ബ്രൈഡ് ടു ബി, അവിടെ ഒരു സേവ് ദ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ചെന്നത് നല്ലൊരു ലൊക്കേഷനൊക്കെ കിട്ടിട്ടോ. നമ്മളിവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയെങ്കിലും വെയിൽ ഒട്ടും അടിക്കാത്തൊരു ലൊക്കേഷൻ തന്നെ നമുക്ക് എന്തായാലും ഷൂട്ടിനായിട്ട് കിട്ടി. നമ്മുടെ ഷൂട്ടിന്റെ തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം എന്താവോ എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ടെൻഷൻ അടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ എത്തിയതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു സൈഡിൽ തകർത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തലേന്ന് വരെ തകർത്ത് നല്ല മഴയായിരുന്നുകൊണ്ട് അവിടെ നിലം ഫുള്ളും ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും നമ്മൾ അതൊന്നും കാര്യാക്കാതെയായിരുന്നു കേട്ടോ ഫുൾ ഷൂട്ട് സെറ്റ് ചെയ്തെടുത്തത്. നമ്മുടെ പിള്ളേർ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫുൾ വൈബാണ് ഗൈസ്. നമ്മൾ ജസ്റ്റ് ഷൂട്ടിന് വേണ്ടിയാണ് പോയതെങ്കിൽ പോലും നമ്മൾ ഫുള്ളും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവിടെ അങ്ങ് പൊളിച്ചടുക്കി. പിന്നെ ഗൈസ്, നമ്മുടെ ബ്രൈഡ് ടു ബിയുടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിന് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷൂട്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ ബ്രൈഡ് ടു ബിക്ക് വേണ്ടി മേടിച്ച കേക്കിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ? ഞങ്ങൾ എല്ലാവരും ലാസ്റ്റ് കേക്കിന് വേണ്ടി അടിവരിയായി. അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിന്. കേക്ക് ഇഷ്ടമില്ലാത്തവർ പോലും ഒന്ന് കേക്ക് കഴിച്ചു എന്നുള്ളതാണ്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ക്യാമറമാന് നേരൂട്ടിനെ കൊണ്ട് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഗൈസ്, ഈ ഒരു സീൻ ഉണ്ടല്ലോ, ഇത് എടുക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പാവം ആ താഴെ ഇരിക്കുന്ന രണ്ടുപേര് ഫുൾ വൈനിൽ കുളിക്കായിരുന്നു ഗൈസ് ഈ ഷോട്ട് എടുക്കുമ്പോൾ. നമ്മുടെ നേരിട്ട് ഷൂട്ട് എടുക്കുമ്പോൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. പാവം അവളെക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു ഗൈസ് ആ വൈൻ ബോട്ടിലിന്. എങ്കിലും ക്യാമറമാൻ പറയുന്നത് പോലെയൊക്കെ അവളെ ചെയ്തു കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഷൂട്ട് ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഫുൾ ടയേർഡ് ഗൈസ്, ഭയങ്കര വെയില്. പക്ഷെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ബ്രൈഡ് ടു ബി ഷൂട്ട് പാക്കപ്പ് ഗൈസ്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. ഷൂട്ട് പാക്കപ്പ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയില്ല ഗൈസ്. ബട്ട് ഇന്ന് ഫോർട്ടിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ മെജോറിറ്റിയും ഫോറിനേഴ്സും. എത്രയൊക്കെ ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ ടൈം ആയിരിക്കണം ഗൈസ്.
ഗൈസ് അപ്പോൾ ബ്രൈഡ് ടു ബി ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒത്തിരി വീഡിയോസായിട്ട് വീണ്ടും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് പിന്നെ വേണ്ടേ അതന്നെ എല്ലാം വേണം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം ഇനി ഞങ്ങൾ കുറച്ച് കട്ടൊന്നും കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് പോവാണ് ഗൈസ്. ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോ വീണ്ടും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.